ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ ഫോണിൽ കയറിയിട്ട് ക്രോമിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം നേരെ YT സ്റ്റുഡിയോ ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുക. ഓപ്പൺ ആക്കിയിട്ട് നേരെ താഴോട്ട് വന്ന ഏറ്റവും താഴെ സെറ്റിങ്സ് കാണും. ഈ സെറ്റിങ്സിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറയുന്ന സെറ്റിങ്സ് എടുക്കുക. ഇതിൽ അഡ്വാൻസ്ഡ് എടുക്കുക. ഈ അഡ്വാൻസ്ഡിൽ ലൈസൻസ് കഴിഞ്ഞിട്ട് കാറ്റഗറി എന്നൊരു സംഭവം കാണാം. ഈ കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ കുറേ കാറ്റഗറി കാണും. അപ്പോൾ ഈ കാറ്റഗറി എന്താണെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുമാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഈ കാറ്റഗറിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിനെ വരെ എങ്ങനെ ഈ കാറ്റഗറി എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഇത് നിങ്ങളൊരു യൂട്യൂബ് സാധാരണ വീഡിയോ കാണുന്ന പോലെ കണ്ടുപോകാതെ ഇതൊരു മാസ്റ്റർ ക്ലാസ് പോലെ നിങ്ങൾ കാണുക. അങ്ങനെ കാണുന്നവർക്ക് മാത്രമേ ഉപകാരപ്പെടുള്ളൂ. ഇതൊരു ക്ലാസ് ആയിട്ട് കാണാം. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ഉണ്ടാവും. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുകൊണ്ട് നമുക്ക് നേരെ ബാക്കി എന്താണ് കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറി കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കൊടുത്തത് എന്നും കൊടുക്കാത്തവർ കൊടുത്തിട്ടില്ല എന്നും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ റൈറ്റ് കാറ്റഗറി ഏതാണ്, നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കണ്ടേ. അതുകൂടി വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. കാറ്റഗറി ലിസ്റ്റ് ചെയ്തല്ല ഇന്ന കാറ്റഗറിക്ക് ഇന്ന് ചെയ്യണം എന്നുള്ളത്. പലരുടെയും കാറ്റഗറി ഇന്ന് മാറ്റി കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുന്നവർ എന്തായാലും കുറേ മാറ്റങ്ങൾ വരുത്താണ്ട്. അതിനു മുമ്പേ ഇന്ന് നമ്മൾ എടുക്കുന്നത് സയൻസ് ഓഫ് കാറ്റഗറി ആൻഡ് CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂട്യൂബ് കാറ്റഗറി, ഈ കാറ്റഗറിനെ കൊണ്ട് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോയത്. ഇനി ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാണ്ട്. എന്താണ് കാറ്റഗറി ഇത്ര ഇമ്പോർട്ടൻറ്റ്, ഈ കാറ്റഗറി എന്താണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക. ഈ കാറ്റഗറിക്ക് കുറേ റോളുണ്ട്. ആ കുറേ റോൾസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൽഗോരിതത്തിൻ്റെ കുറേ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അൽഗോരിതത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഈ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വ്യൂവേഴ്സിന് കാണാനാണ് എന്നുള്ളതാണ്. ശരിയാണ്, വ്യൂവേഴ്സിന് കാണാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വ്യൂവേഴ്സിന് കാണാനുള്ള ടൈറ്റിൽ കൊടുക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അവർക്ക് കാണാനുള്ള ടൈറ്റിൽ കൊടുക്കും. അതുപോലെ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യൂവേഴ്സിനുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നമ്മുടെ ചാനലിൻ്റെ അൽഗോരിതം, അതായത് നമ്മുടെ ചാനലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അൽഗോരിതത്തിനുള്ള ഒരു ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുകയാണ് ഇന്ന ചാനൽ ഇന്ന ടോപ്പിക്കാണെന്നുള്ളത്. അതെങ്ങനെയാണ് ചാനലിനെ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ അതിൽ ഇവർ കുറേ ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്യും, ഈ അൽഗോരിതത്തിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എന്ത് ക്യാപ്ഷൻ എഴുതി കാണിക്കുന്നു. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ എഴുതി കാണിക്കുമല്ലോ, അങ്ങനെ എന്ത് ക്യാപ്ഷൻസ് കാണിക്കുന്നു, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് എഴുതിയിരിക്കുന്നു, ടൈറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇത് മൊത്തം എന്ത് ചെയ്യും, ഇതിനെ റീഡ് ചെയ്ത് വെക്കും. ഇതിന് ഗ്രൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മുഴുവൻ എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അപ്പോൾ ആ ഇൻഫർമേഷൻസിൽ പരമാവധി എന്തുണ്ടാവും, നമ്മളെ ചാനൽ എന്താണെന്നും നമ്മളെ ചാനലിൽ എന്താണ് വീഡിയോ ഇടുന്നതെന്നും ടോപ്പിക് എന്താണെന്നും ഇഷ്ടം എന്താണെന്നും ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചാനലിലെ കാറ്റഗറി സെറ്റിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ അൽഗോരിതം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും പറഞ്ഞു കൊടുക്കുക എന്താണ്, ഇതാണ് നമ്മുടെ കാറ്റഗറി, ഈ കാറ്റഗറിയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും, ചാനൽ ഇതിനൊരു അൽഗോരിതം എന്ത് ചെയ്യും, ഇതിനെ ഒരു ക്ലസ്റ്റർ എന്ന രൂപത്തിലേക്കാക്കും. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കുറേ ചാനലുകൾ ക്ലസ്റ്ററാണ്. ഇനി മറ്റൊരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഓഡിയൻസ് ക്ലസ്റ്ററാണ്. ഓഡിയൻസ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എപ്പോഴും മൂവീസ് കാണുന്നവരായിരിക്കും, ചിലവർ എപ്പോഴും ക്രിക്കറ്റ് കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷാമ്പുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളെ നോക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന ആളുകളുടെ ഇൻട്രസ്റ്റ് നോക്കും. അപ്പോൾ അവരുടെ എൻ്റർടൈൻമെൻ്റ് ആണോ എഡ്യൂക്കേഷൻ ആണോ ഏതാണോ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, അൽഗോരിതം മനസ്സിലാക്കി വെച്ചിട്ട് അവരൊരു ക്ലസ്റ്ററാക്കി മാറ്റും. അതായത് ഇന്ന ആൾക്ക് ഇന്നതാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഈ ക്ലസ്റ്റേഴ്സ് തമ്മിൽ ചിലപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ, അങ്ങനെ ഒറ്റൊന്നും ഉണ്ടാവുള്ളൂ എന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഓവറോൾ ബിഹേവിയർ മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നമ്മൾ യൂട്യൂബ് ആയാലും ഏകദേശം ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, പണ്ടൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഈ ക്ലസ്റ്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ ഇവിടെ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ അൽഗോരിതത്തിന് നിങ്ങളുടെ ചാനൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാവാത്തതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് അതിലേക്ക് പോകാം. ഇനി അലൈൻമെൻറ്റ് മാട്രിക്സ് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ ഓരോ കാറ്റഗറിയും ഏത് രീതിയിലാണ് വർക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുക്കിംഗ് ആൻഡ് റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഹൗ ടു എൻ്റെ സ്റ്റൈൽ കൊടുക്കുക എന്നാണ് പറയുക. എങ്ങനെ ചെയ്യാമെന്ന ഇൻസ്ട്രക്ഷനാണ് പ്രാധാന്യം വരുന്നത് അവിടെ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ അതിലേക്ക് വരാം, നിങ്ങൾ അതിൽ ടെൻഷൻ ആവണ്ട. ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ പ്യൂപ്പിൾ ആൻഡ് വ്ളോഗാണ്. അതാണ് ഇവിടെ കൺഫ്യൂഷനുള്ള കാര്യം. അതായത് പലരും കൊടുത്തിട്ടുണ്ടാവുക പ്യൂപ്പിൾ ആൻഡ് വ്ളോഗാണ് കുക്കിങ്ങിന് കൊടുത്തിട്ടുണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുക്കിംഗ് മാത്രം ചെയ്യുന്നവരല്ല പലരും. അപ്പോൾ കുക്കിംഗ് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ, വേറൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൗ ടു ആൻഡ് സ്റ്റൈലിൽ കൊടുക്കാം. ഇനി കുക്കിങ്ങിൽ കൂടെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഫാമിലി വിഷയങ്ങളും മറ്റൊക്കെ വരുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്യൂപ്പിൾ ആൻഡ് വ്ളോഗ് കൊടുക്കേണ്ടത്. ടെക് ആൻഡ് ഗാഡ്ജറ്റ്സ് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എൻ്റെ ചാനൽ എഡ്യൂക്കേഷനാണ്. ഇത് ഇവിടെ തീർന്നില്ല. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ, ഇനി ബാക്കി കാര്യങ്ങൾ വരാനുണ്ട്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് കാറ്റഗറി നമ്മുടെ പൈസ, നമുക്ക് കിട്ടുന്ന പൈസയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് കാറ്റഗറി നമ്മുടെ പൈസയെ ബാധിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ടോപ്പിക്ക് അവിടെ വിട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചാനൽ റീച്ച് ആവാത്തത് എന്നുള്ളത്, അത് ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം എങ്ങനെയാണ് ഈ പൈസേനെ ഇത് എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം CPM അനലറ്റിക്സ് പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ മില്യൺ. അതായത് ഒരു അഡ്വർടൈസർ എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പൈസയാണ് നമുക്ക് യൂട്യൂബിൽ കൊടുക്കുന്നത്, അതിന് ബേസ് ചെയ്തിട്ടാണ് നമുക്കും പൈസ ഇടുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എത്രയാണ് CPM വരുന്നത്, അതായത് അഡ്വർടൈസർ എത്ര പേ ചെയ്യുന്നു, ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് കാറ്റഗറിക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണാം ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഏറ്റവും കൂടുതൽ, ഈ ഡോളർ നിങ്ങൾ നോക്കണ്ട, ഏറ്റവും കൂടുതൽ വരുന്നത് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റിങ്ങിനാണ്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിനാണ്. പിന്നെ ടെക്നോളജി ആൻഡ് റിവ്യൂസിനാണ്. പക്ഷേ കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈലിന് കുറവാണ്. കോമഡിക്കും കുറവാണ്. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ മോണിറ്റൈസേഷൻ ആയ ആളുകളുണ്ടാവാം. അപ്പോൾ അവർക്ക് എപ്പോഴും മനസ്സിലാവും നിങ്ങൾക്ക് RPM വളരെ കുറവായിരിക്കും, ഒരു 50 താഴെയൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു CPM കുറഞ്ഞ ഒരു നിഷായത് കൊണ്ടാണ്. പക്ഷെ നല്ല കുറയൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം പൈസ കിട്ടും. പക്ഷെ എന്നാലും പറയുകയാണ് എഡ്യൂക്കേഷൻ കണ്ടന്റിനൊക്കെ എന്തായിരിക്കും നല്ലപോലെ നമുക്ക് പൈസ കിട്ടും. അപ്പം നിങ്ങൾ കാറ്റഗറി കൊടുക്കുമ്പോൾ അവിടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പോകും. അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കാറ്റഗറി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കാറ്റഗറി കൊടുക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ കാണാതെ ഇത് കംപ്ലീറ്റ് ഒരു ക്ലാസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫ്രീ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, ക്ഷമയോടെ കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. എന്തുകൊണ്ടാണ് അഡ്വർടൈസേഴ്സ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻറ്റ്, പഠിക്കാനോ വാങ്ങാനോ വരുന്നവർ, അതാണ് ഫിനാൻസ് ആൻഡ് ടെക്. ബിസിനസ് കമ്പനികൾ ഇവിടെ വലിയ തുക നൽകുന്നു. അതാണ് ക്ലിയർ ആയിട്ടുള്ള ഇതിൻ്റെ കാര്യം. ഇനി അടുത്ത ലോ ഇൻറ്റൻറ്റ് പറഞ്ഞാൽ വിനോദത്തിന് മാത്രം വരുന്നവർ, അതായത് കോമഡി, വ്ളോഗ് അങ്ങനെയുള്ള ഇതിന് മാത്രം വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിലേക്ക് പോകുന്ന പരസ്യത്തിന് പൈസ കുറവാണ്. കാരണം അവിടെ ഈ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പഠിക്കാനോ വാങ്ങാനോ വരുന്ന കാറ്റഗറി അത് ആ ക്ലസ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിയായ കാറ്റഗറി നൽകുന്നതോട് എന്ത് ചെയ്യും, നമ്മുടെ അൽഗോരിതം കൃത്യമായിട്ട് നമ്മുടെ ശരിയായ കാറ്റഗറി നൽകിയാൽ എന്ത് ചെയ്യും, അൽഗോരിതം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മളെ കാറ്റഗറി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ക്ലസ്റ്റർ ചെയ്യുകയും ചെയ്യും. അതാണ് അതിൻ്റെ ബേസിക് കാര്യം. തെറ്റായ കാറ്റഗറി നൽകി കഴിഞ്ഞാൽ സംഭവിക്കുന്ന പറഞ്ഞാൽ റവന്യൂ ഡ്രോപ്പ് നല്ല രീതിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കാറ്റഗറി നൽകുന്നതോടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വർടൈസേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ നിന്നും ആ ക്ലസ്റ്ററിൽ നിന്നൊക്കെ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പെർസെൻറ്റേജ് കുറയും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ വ്യൂസ് കുറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വ്യൂസ് വരാതിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ നോക്കുക, ഇത് നമ്മളൊരു ഗൈഡ് പ്രോട്ടോക്കോളാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഗൈഡൻസ് ആണ്. ഐഡൻറ്റിറ്റി വ്യൂവർ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചക്കാർ
വരുന്നത് പഠിക്കാനാണോ, രസിക്കാൻ, എൻ്റർടൈൻമെൻറ്റിനാണോ എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. എന്താണ് നമ്മുടെ ടോപ്പിക്ക് എന്നുള്ളത്. രണ്ടാമത്തത് ടൈറ്റിലും വാക്കുകളും കാറ്റഗറിയും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് ഉറപ്പാക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ വിഷയത്തിലുള്ള വൻകിട ചാനൽ ഏത് കാറ്റഗറിയാണ് ഉപയോഗിക്കുന്നത് പരിശോധിക്കുക. പക്ഷേ ഡയറക്റ്റ് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. പിന്നെ കൺസിസ്റ്റൻസിയാണ്. പെട്ടെന്ന് കാറ്റഗറി മാറ്റരുത്. അൽഗോരിതത്തിൽ പഠിക്കാൻ സമയം നൽകുക. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇട്ടു. കുക്കിംഗ് വീഡിയോ ഇടുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിൽ പറയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട അൽഗോരിതത്തിന് കൂടി മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ അങ്ങനെ കൊടുക്കണം. കാറ്റഗറി അങ്ങനെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അൽഗോരിതം മനസ്സിലാക്കും ഇന്ന ആളുടെ വീഡിയോ കുക്കിംഗ് റിലേറ്റഡ് ആണ്, അപ്പോൾ ആ ക്ലസ്റ്ററിലേക്കാണ് ഇത് പോകേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ട്രാവൽ ഇടും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ കൺഫ്യൂഷനായി. പിന്നെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും കുക്കിംഗ് ഇടും. അപ്പോൾ ഈ അൽഗോരിതം ഇതിനൊക്കെ പഠിച്ചു നോക്കും, ക്ലസ്റ്റർ ചെയ്യും. നാലാമത്തെ ദിവസം നിങ്ങൾ മറ്റൊന്ന് ചെയ്യും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യും. അഞ്ചാമത്തെ ദിവസം നിങ്ങൾ വേറെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അൽഗോരിതത്തിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയും അൽഗോരിതം ആ ചാനലിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എന്ത് ചെയ്യും? ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു റീച്ചൊന്നും കിട്ടാൻ സാധ്യതയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരു 300-400 വ്യൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം വലിയ കാര്യമായിട്ട് നിങ്ങളത് ക്ലസ്റ്റർ ചെയ്യുകയോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഓരോ കാറ്റഗറിയിലൊക്കെ പോയി വരണമെന്നുണ്ടെങ്കിൽ പണിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒരു കാറ്റഗറിയിൽ ഒരേ രൂപത്തിലുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ടൈറ്റിലൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈ അൽഗോരിതത്തിന് നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ, അത് കുക്കിംഗ് റിസൈപ്പ് മലയാളം എന്നോ അങ്ങനെയുള്ള വാക്കുകൾ കൊടുക്കുക. അതായത് നമ്മൾ നോർമൽ യൂസേഴ്സിനല്ലാതെ ഈ സെർച്ചിനും അൽഗോരിതത്തിനൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ കുക്കിംഗ് ടിപ്സ് എന്നൊക്കെ എന്ത് ചെയ്യുക, ടൈറ്റിൽ അങ്ങനെ ആഡ് ചെയ്യുക, ചില വാക്കുകൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കൃത്യമായിട്ട് മനസ്സിലാവും ഇത് കുക്കിംഗ് ടിപ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കോമൺ ആയിട്ടുള്ള ചില വാക്കുകൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ആണെന്ന് വിചാരിക്കും. ഇപ്പം കറി പൗഡറിൻ്റെ ബിസിനസ് ആണെങ്കിൽ കറി പൗഡർ ബിസിനസ് എന്നൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കാറ്റഗറൈസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യും. കാരണം നമ്മൾ കൊടുക്കുന്ന കാറ്റഗറി മാത്രമല്ല, ഇതെല്ലാം ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതടക്കം എല്ലാം കൂടി എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഐഡിയ കൂടി നോക്കുക. എപ്പോഴും മലയാളത്തിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മലയാളം മാത്രം എഴുതാതെ നിങ്ങൾ കുറച്ച് മലയാളത്തിൽ എഴുതുക, ബാക്കി ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പരിപാടി കൃത്യമായിട്ട് നടത്തും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ കാറ്റഗറിയും പാക്കേജിങ്ങും ഒക്കെ ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, അതായത് അൽഗോരിതത്തിന് നമ്മൾ പറഞ്ഞു, അൽഗോരിതത്തിൻ്റെ ട്രെയിനിങ് കൊടുക്കുകയാണ്, നിങ്ങളുടെ വീഡിയോ എന്നതാണ്, ഇന്ന ക്ലസ്റ്ററിലാണ് പെടേണ്ടത്, ഇന്ന രൂപത്തിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ അത് പഠിച്ചു വന്നാൽ, അൽഗോരിതം അത് മനസ്സിലാക്കി വന്നാൽ പിന്നെ നിങ്ങളുടെ ചാനൽ റീച്ച് ആവും നടന്നു, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കും. ഇനിയിപ്പോൾ കൃത്യമായ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നു എന്ന് വിചാരിക്കുക, നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ ബാധിക്കുന്ന വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്, നമ്മൾ പറയുന്ന ഹൂക്ക് എന്താണ്, നമ്മുടെ തമ്പനയിൽ എന്താണ്, ഇങ്ങനെ പല വിഷയങ്ങളും ചേർന്നിട്ടാണ് ഇതിൽ ബാക്കി അടുത്ത ഘട്ടം തീരുമാനിക്കുന്നത്. ആദ്യത്തെ കാര്യം നമ്മൾ ക്ലിയർ ആക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഇത് കുറച്ച് കാറ്റഗറി സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് നമ്മൾ സാധാരണ കാണുന്ന കാറ്റഗറിയൊക്കെ ഉണ്ട്. ഇതിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ChatGPT-നോടും മറ്റൊക്കെ ഒന്ന് കാറ്റഗറി സെറ്റിങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തരും. പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് കിട്ടും. എപ്പോഴും നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറയുന്നതിനും ചാനൽ ഡൗൺ ആകുന്നതിൻ്റെയും ഉത്തരവാദിത്തം സ്വന്തം തന്നെ ഏറ്റെടുക്കുക. നിങ്ങൾ പറയുക, എൻ്റെ ചാനൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ എന്തോ പ്രശ്നമാണ്, സെറ്റിങ്സിൻ്റെ പ്രശ്നം എന്നല്ല പറയേണ്ടത്, എൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ഈ സെറ്റിങ്സിൻ്റെ പ്രശ്നമായ പോലും അത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത പ്രശ്നമാണല്ലോ. അപ്പം നിങ്ങൾ പറയുക, എൻ്റെ പ്രശ്നം കൊണ്ടാണ് എൻ്റെ ചാനൽ ഡൗൺ ആയത്, അത് ഞാൻ തന്നെ ക്ലിയർ ആക്കും, അതിനു വേണ്ടി എന്തൊക്കെ പഠിക്കണോ ആ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് ശരിയാക്കുമെന്ന് എല്ലാവരും മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സക്സസ് ആവും. അല്ലാതെ ചാനൽ വ്യൂസ് കുറയുമ്പോഴേക്കും നിങ്ങൾ ഡൗൺ ആയി മാനസികമായിട്ട് സമ്മർദ്ദം വന്നു ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. യൂട്യൂബ് നിങ്ങൾക്ക് പറഞ്ഞതല്ല കാണുന്ന, നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ വരും. അപ്പോൾ അത് ഒരാൾക്ക് ഇങ്ങനൊരു സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായെന്നും വിചാരിക്കുന്നു. മനസ്സിലാവാത്താലും ഒന്നും കൂടി മൊത്തത്തിലൊന്ന് കണ്ടാൽ കുറേ കൂടി ഐഡിയ കിട്ടും. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.